Namaskaram and good evening to all. A very warm welcome to the Monsoon Dance and Music Festival 2014. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ കലാസ്നേഹികളെ പരിപോഷിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 18 വർഷം മുൻപാണ് നവനീതം സ്ഥാപിക്കുന്നത്. തൃശ്ശൂരിലെ കുറച്ച് കലാസ്നേഹികൾ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റായി തുടങ്ങിയ നവനീതം ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളെ ജനകീയമാക്കുന്നതിനും അതിസമ്പന്നമായ ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റി പുതുതലമുറയ്ക്ക് അവബോധം വളർത്തുവാനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിരന്തരം മാസ്റ്റേഴ്സിൻ്റെ വർക്ക്ഷോപ്പുകളും അവതരണങ്ങളും നടത്തിവരുന്ന ഈ ട്രസ്റ്റ് ഒരു പുതുതലമുറയ്ക്ക് ഒരുപാട് വലിയൊരു വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട്. കൂടാതെ കഴിവുള്ള പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നവനീതം തുടർച്ചയായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ പുതുതലമുറയ്ക്ക് ധാരാളം മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ ഇടയാക്കി. അതുവഴി പരിചയസമ്പന്നരുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഈ കലാകാരന്മാർക്ക് ലഭിച്ചു. പ്രാദേശികമായും മറ്റ് സംസ്ഥാനങ്ങളിലായും ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളിൽ നേതൃത്വം നൽകിയും അവയിൽ പങ്കെടുത്തുകൊണ്ടും ഞങ്ങളുടെ ഉദ്യമങ്ങൾ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം വിജയത്തോടെ ഞങ്ങൾക്ക് അവകാശപ്പെടാൻ എന്നും കഴിയും. കൂടുതൽ അറിയാനും ഗൗരവമുള്ള അവതരണങ്ങൾക്ക് താല്പര്യവും പ്രതിഭയുമുള്ള അമച്വർ കലാകാരന്മാരുടെ ഒരു സമൂഹത്തെ തന്നെ കെട്ടിപ്പടുക്കാനും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരത്തെ പൊക്കി വളർത്താനും നവനീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സംഗീതവും നൃത്തവും ജനകീയമാക്കുകയും പ്രചരിപ്പിക്കുകയും കലാസ്നേഹികൾക്ക് മാസ്റ്റേഴ്സിൻ്റെ അവതരണങ്ങൾ കണ്ടാസ്വദിക്കാനുള്ളൊരു അവസരമൊരുക്കുകയും ഈ മേഖലയിലുള്ള പുതുതലമുറകൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇറ്റ് ഗിവ്സ് മീ ഇമ്മെൻസ് പ്ലഷർ ആൻഡ് ഗ്രേറ്റ് ഓണർ ടു വെൽക്കം ദി ഡിഗ്നിറ്ററീസ് ഫോർ ടുഡേയ്സ് ഫംഗ്ഷൻ. I'd like to invite on stage Honorable Chairman of Navneetham, Shri T.R. Vijaykumar, Founder and Festival Director of Navneetham, Shri Belraj Soni, Chairman TUDA, Shri K. Radhakrishnan, Padma Shri Kalamandalam Kshemavati Teacher, Professor George S. Paul, Art Critic, our awardee for tonight, Srimati Nirmala Panikar and Ms. Parvati Datta, Srimati M.S. Jaya, IAS, respected District Collector, Srimati Nalini Chandran, Shri V.M. Radhakrishnan, President, Press Club Thrissur, Shri E.B. Bipin, Treasurer, Navneetham Cultural Trust, and Shri Joji Swaminathan, Committee Member, Navneetham. We begin this evening with a beautiful prayer by Joji Swaminathan. Well, ladies and gentlemen, since I've always announced a prayer, it's always beautiful to begin with a prayer. I request you all to kindly stand up in a moment of silence to observe a prayer. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്നത് ശ്രീ കെ രാധാകൃഷ്ണനാണ്. ഹീസ് എ ചെയർമാൻ ഓഫ് TUDA. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അവാർഡ് ജേതാവ് പാർവതി ദത്ത, അധ്യക്ഷ വലിയാരാധ്യരായ എൻ്റെ ഗുരുബോധര്, സഹോദരിമാർ, സുഹൃത്തുക്കൾ, ഏതാണ്ട് 20 വർഷങ്ങളായി നവനീതം കൾച്ചറൽ ട്രസ്റ്റ് നടത്തുന്ന ഈ കലാമേള പിന്നിടുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കലാകാരന്മാരെ ക്ഷണിക്കുവാനും അവരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുവാനും ഒരു ഇൻട്രാക്ഷൻ പോലെ പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയാണ്. അതിന് പിന്നിൽ വർക്ക് ചെയ്ത വിജയകുമാറും ജോസാലോക്കിയും അതുപോലെ തന്നെ പൂരം ഹോട്ടൽസും അടക്കമുള്ള ടീം വളരെ ശക്തമായൊരു നല്ല പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. കാരണം ഇത് സൗജന്യമായിട്ട് ആളുകൾക്ക് ഈ കലകൾ കാണാനുള്ള ഒരു വേദി ഒരുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ദത്ത പറയുകയുണ്ടായി, പറവൂ ദത്ത പറഞ്ഞത്, ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ പൈതൃകമൊന്നും നമ്മുടെ കുട്ടികളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് അവാർഡ് മേടിക്കാൻ വന്ന അവർ കഴിഞ്ഞ അവർ പെർഫോം ചെയ്തു തന്നു, കഥക്കിൻ്റെയും കഥക്ക് പെർഫോം ചെയ്ത അവരാണ്. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞത് എന്താണെങ്കിലും നമ്മൾ ഇത് കാണുന്നതിനൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറയിൽ ഇതിൻ്റെ ഇന്ത്യൻ കൾച്ചർ എന്താ, ഇന്ത്യൻ സംസ്കാര രംഗം എന്താ, വെറും ഡോക്ടറോ എഞ്ചിനീയറോ IAS IPS ആവുകയല്ല. ഇതൊരു പൈതൃകമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മഹത്തായ രാജ്യമാണ്, ഒരു സംസ്കാരത്തിൻ്റെ രാജ്യമാണ്. ആ രാജ്യത്തിൽ ഒരു തലമുറ അതിലുണ്ടാകണം. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്, അവർ ഉൾക്കുന്ന പ്രദേശത്തിൽ അവർ വർക്ക് ചെയ്യുന്ന എല്ലാ സ്കൂളുകളിലും അധികം അവർ പ്രവർത്തിക്കുന്ന പറഞ്ഞത്. സ്കൂളുകളെല്ലാം കുട്ടികളിൽ ഇതൊരു എല്ലാവരും ഡാൻസിൻ്റെ ഏറ്റവും വലിയ പാർവതി ദത്ത ആവാണെന്നല്ല അവർ പറയുന്നത്. അവരുടെ ഉള്ളിലൊരു സംസ്കാരം ഉണ്ടാവണം, ഒരു കലയുണ്ടാവണം, ഒരു ചിന്തയുണ്ടാവണം. അത് വരുമ്പോഴേ നമ്മുടെ നാടെന്ത് നമ്മളെന്തെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെയും അമേരിക്ക എന്താണ്, അമേരിക്കയിലേക്ക് നമുക്ക് പോകാം എന്നല്ല. അമേരിക്ക എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്? ഒരു 300 താഴെ കൊല്ലത്തെ പാരമ്പര്യമുള്ളൂ. ഇത് 5000 വർഷങ്ങൾ മേലെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ പൈതൃകങ്ങൾ നഷ്ടപ്പെട്ടു പോകണു എന്നാണ് ദത്ത എന്നോട് ഇരുന്ന് പറഞ്ഞത്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത്, ഈ നവനീതൊക്കെ ചെയ്യുന്ന പ്രവർത്തനം, ഇങ്ങനെ ഇത്രയും വലിയ കലാകാരന്മാരെ നമ്മുടെ മുമ്പിലേക്ക് വലിയ സംഖ്യ ഒന്നും നമുക്ക് ചിലവില്ലാതെ, കാരണം ഒരു ടിക്കറ്റ് വെച്ച് നടത്തുകയാണെങ്കിൽ ഏതാണ്ട് വലിയ സംഖ്യ വരുന്ന പരിപാടിയാണ്. ആ സംഖ്യ ഇല്ലാതെ തന്നെ നമുക്ക് കലാകാരന്മാരെയും ഇന്ത്യയുടെ കലാകാരന്മാർ, ഇന്ത്യയിൽ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തമായ കലകളുണ്ട്, അതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു വലിയ വേദിയാണ് സത്യത്തിൽ ഈ നവനീതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല അതിൻ്റെ ഗൗരവം വന്നത്. പലപ്പോഴും നമ്മുടെ ആളുകൾ അതിൻ്റെ ഗൗരവത്തിൽ എടുക്കുന്ന സംശയമാണ്. കാരണം മൺസൂൺ എന്ന് പറഞ്ഞാൽ അത് മൺസൂൺ ഒരു ആഘോഷമാണ്. മൺസൂൺ കാണാൻ വേണ്ടി ലോകത്ത് പല ആളുകളും കേരളത്തിൽ വരുന്നുണ്ട്. പല ആളുകളും മൺസൂൺ കാണാം, മഴ കാണാം, മഴ ഒന്ന് ആസ്വദിക്കാൻ. പലപ്പോഴും നമ്മൾ മഴയെ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളാം, മഴ വരുന്നു, എനിക്ക് കൊടയെടുക്കുക, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. പക്ഷെ മൺസൂൺ ആസ്വദിക്കണം, മൺസൂൺ ആസ്വദിക്കണം. ആ ആസ്വാദന സമയത്ത്, ആ മഴയുടെ സമയത്ത് മഴയ്ക്കൊരു താളമുണ്ട്, മഴ താളമാണ്. ആ മഴ എന്ന് പറഞ്ഞാൽ വെറുതെ പോകണമല്ല. മഴയ്ക്ക് ഇടിക്കൊരു താളമുണ്ട്, മിന്നലിന് താളമുണ്ട്, ആ വെള്ളം വീഴുന്നൊരു താളമുണ്ട്, ഓരോന്നിനും താളമുണ്ട്. ആ താളമാണ് പ്രകൃതിയുടെ താളം. ആ താളം നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം. ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നവനീതം തീരുമാനിച്ചത്, ഈ 6 ദിവസം ഫെസ്റ്റിവൽ തീരുമാനിച്ചത്. ഒരു മഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ആ താളത്തെ നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെടാം, ഇന്ത്യയുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടാം, ഇന്ത്യയുടെ പൈതൃകവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടാം, 5000 മേലെ പഴക്കമുള്ള പൈതൃകമായിട്ട് നമുക്ക് ബന്ധപ്പെടാം എന്നൊരു ചിന്തയാണ് നവനീതത്തിന് ഇടവരുത്തിയത്. നമ്മുടെ തനതായ കലയായ മെയ്പ്പായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡാൻസിലേക്ക് എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് നോർത്ത് ഇന്ത്യൻ പ്രദേശത്തുള്ള ആളുകൾ ചിന്തിക്കുക. നമ്മളിപ്പോഴും നിൽക്കുന്നത് ആ മോഹിനിയാട്ടവും കഥകളി, അതിൽ കളരിപ്പയറ്റ് എങ്ങനെ കടത്താം നമ്മുടെ ഡാൻസുകളിലേക്ക് എന്ന് നോർത്ത് ഇന്ത്യയിലെ കലാകാരന്മാർ ചിന്തിക്കുക. അവിടെയാണ് നമ്മുടെ കളരിപ്പയറ്റിൻ്റെ റിസർച്ചിലേക്ക് കടക്കാനോ ഇതൊന്നും കഴിയുന്നില്ല. അവിടെയാണ് ബൽരാജ് സോനിയെ പോലുള്ള വ്യക്തികൾ ചെയ്യുന്നത്. ഈ നമ്മുടെ മെയ്പ്പയറ്റ് എങ്ങനെ, നമ്മൾ വാളും കുന്തും വടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല, ദേഹം വളയാനും അത് എങ്ങനെ വേണം മറയ്ക്കാനും ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അത് ഡാൻസിലേക്ക് എങ്ങനെ കടത്താം, നമ്മുടെ നൃത്തങ്ങളിലേക്ക് എങ്ങനെ കണക്കാം എന്നാണ് ബൽരാജിനെ പോലെ ആളുകളുടെ ചിന്ത. അങ്ങനെ വ്യത്യസ്ത തലത്തിലേക്ക് നമ്മളെ ഒരിക്കലും മാർക്കറ്റ് ചെയ്യാത്ത കാര്യമല്ല. ലോകം മുഴുവൻ ജൂഡുണ്ട്, പക്ഷെ നമ്മുടെ കളരിപ്പറ്റി അറിയാവുന്ന കുറച്ച് പേര് മാത്രം. ഏതായാലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾ ഇവിടെ വരും. ഏതായാലും എനിക്ക് പറയാനുള്ളത്, അടുത്ത നാളെ വരുമ്പോഴെങ്കിലും ഈ ഹോള് നിറയ്ക്കത്തക്ക രീതിയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരും. വലിയവരൊന്നും വന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടികളെ ആസ്വദിക്കാനുള്ള ഒരു വേദി കൂടി ഒരുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വലിയ കലാകാരി പാർവതി ദത്തയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മലയാളം പറഞ്ഞ് മനസ്സിലാക്കി ഭാവങ്ങളും നേരുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 3 ഏജൻസിയെയും ഒപ്പം അധ്യക്ഷ വഹിക്കുന്ന മഹാന്മാരായ നേതാക്കളെയും ഒപ്പം അത് കാണാൻ വേണ്ടി വന്നവർ, ഞാൻ നേരത്തെ വരുമ്പോൾ ആൾക്കാർ കുറവായിരുന്നു, പക്ഷെ കാണാൻ വന്ന് തന്നെ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ കാണാൻ ആളുണ്ടാവണം, എന്നാലേ എനിക്ക് സംസാരിക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാനും അവതരിപ്പിക്കാനുമുള്ളൊരു വേദി ഒരുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നു എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. നവനീതം കൾച്ചറൽ ട്രസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഈ മോൺസൂൺ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ 2014 ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറാണ്. ടീച്ചറെയും സ്റ്റേജിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെയും വിളക്ക് കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.
ഓൾ. ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷേമാവതി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. നവനീതം കൾച്ചറൽ സൊസൈറ്റിയുടെ എല്ലാ കൊല്ലത്തെ ഫെസ്റ്റിവലിനും ഞാനിവിടെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യമാണ് ഒരു പരിപാടി അവതരിപ്പിക്കുന്നതും ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നതും. ബോംബെയിൽ നവനീതം കൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ നവനീതത്തിൻ്റെ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തൃശ്ശൂർ കലാസാംസ്കാരിക നാടായ തൃശ്ശൂരിൽ ഇപ്പോൾ ഒരുപാട് ക്ലാസിക്കൽ കലകൾ ആസ്വദിക്കാനുള്ള വേദികളുണ്ട്. നവനീതം ഒരുപാട് നല്ല കലാകാരന്മാരെ കലയെയും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാകുവാനും എങ്ങനെ ഈ കലയെ ആസ്വദിക്കണമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഉള്ളൊരു നല്ല ഒരു അവസരമാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ. അത് നമ്മൾ സീരിയലിൻ്റെ മുൻപിൽ TV-യുടെ മുമ്പിൽ ഇരിക്കാതെ ഇത്തരം ക്ലാസിക്കൽ കലകളെ അറിയാനും ആ കലാകാരന്മാരെ അറിയാനും അതിനോട് നമ്മൾ അടുക്കുവാനും അതൊരു അതിലൊരു ബോധം നമുക്കുണ്ടാവാനും ഇത്തരം ദർശനങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണ് ജീവിതത്തിൽ. ഇപ്പം നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ പഠനം മാത്രമല്ല മനോല്ലാസം. എന്തിനാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ TV കാണുന്നത്? എന്തിനാണ് കോമഡി ഷോ കാണുന്നത്? അത് നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് കാണുകയാണ്. വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇന്നിപ്പോൾ മുന്നിലേക്ക് എല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ഇത്തരം കലകൾ TV-യിൽ കാണുന്നതിൽ കൂടുതൽ അതിലും ഭംഗിയായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കുക ഇത്തരം വേദിയിൽ കൂടിയാണ്. TV-യിൽ നമുക്ക് അനുവദിച്ച ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി നൃത്തം ചെയ്യേണ്ടത്. പക്ഷേ ഒരു വേദിയിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ട ലൈറ്റുകളും എല്ലാ സംവിധാനങ്ങളും നമ്മൾ എന്താണ് ഒരു സബ്ജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വേദിയിൽ ഉണ്ടാകേണ്ടതാണ്. സംഗീത ഭാഗത്തു നിന്നാണെങ്കിലും ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ കലയ്ക്ക് അനുസൃതമായ ലൈറ്റിംഗ് വരെ ഉണ്ടായാലാണ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കലകൾ അടുത്തറിയുക തന്നെ വേണം. നമ്മളുടെ ക്ലാസിക്കൽ കലകളെ, കേരളത്തിൻ്റെ കലകളെ അല്ലെങ്കിൽ അന്യനാട്ടിൻ്റെ കലകളെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും കൂടിയാണ് ഇത്തരം ദർശനങ്ങൾ. അതിൽ കൂടി നമുക്കൊരു അറിവുണ്ടാകുന്നതും ഒരു അത്യാവശ്യമായ കാര്യമാണ്. ബൽരാജ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഒരു പ്രോഗ്രാം വേണം മൺസൂൺ ഫെസ്റ്റിവലിന്. അപ്പം ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി, ഇന്ന് മൺസൂണിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്താലോ എന്ന്. അത് കാരണം കൊണ്ട് പെട്ടെന്നാണ് പറഞ്ഞു പോവുകയും ചെയ്തു. പെട്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു 7 സ്റ്റുഡൻസിനെ വെച്ചിട്ട് നാളെ വർഷ ഋതു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യുകയാണ് ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ മഴ കണ്ടാൽ മഴയില്ലെങ്കിലുള്ള ദുഃഖം, മഴ ഉണ്ടാകുമ്പോൾ ആ കാറ്റിനും കിളികളുടെയും അല്ലെങ്കിൽ ഇടിവെട്ടുകളുടെ നാദമെല്ലാം എന്തിനോട് ഉപമിക്കുന്നുവെന്നും, മഴ പെയ്യുമ്പോൾ ഏതെല്ലാം തരം ജനവിഭാഗങ്ങൾക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികൾക്ക് വെള്ളം കാണുമ്പോൾ എന്തുണ്ടാകുന്നു, കർഷകർക്ക് വെള്ളം കിട്ടാതെയാവുമ്പോഴുള്ള ദുഃഖത്തിൽ നിന്ന് മഴ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, ഇത്തരം സംഗതികളെല്ലാം ചേർത്താണ് വർഷ ഋതു നാളേക്ക് കൊറിയോഗ്രാഫി ചെയ്തിട്ട് അവതരിപ്പിക്കുന്നത്. ശരിക്കും ഒരാഴ്ച മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ ചെയ്യാൻ. കുട്ടികൾ മാക്സിമം ചെയ്യുന്നുണ്ട്, നന്നാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വർഷബിന്ദു കാണാൻ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരും. വർഷം പെയ്താലും നിങ്ങളിവിടെ ആ വർഷത്തിന് മറികടന്ന് ഇവിടെ എത്തണമെന്ന്. ഞങ്ങൾ പുറത്തുള്ള വർഷമല്ലാതെ ഇവിടെ തന്നെ മഴ പെയ്യിക്കുന്നതായിരിക്കും. ആ ഫീല് നിങ്ങൾക്കുണ്ടാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്.
ഈ ഫെസ്റ്റിവൽ 6 ദിവസം ഇവിടെ നടക്കുന്നതിൽ ഇന്നിവിടെ പങ്കെടുക്കുവാനും നിങ്ങളെയൊക്കെ നേരിട്ട് വീണ്ടും കാണുവാനും അവസരമുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നടക്കാനിരിക്കുന്ന എല്ലാ ഫെസ്റ്റിവലിനും എൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. Thank you, teacher. We have 2 coveted titles which will be given away tonight. And to introduce the artist who would be receiving these coveted titles, I request the presence of Professor George S. Paul, renowned art critic. Sir, please. നവനീതം കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ഈ മൺസൂൺ 2014 അനുബന്ധിച്ചിട്ട് 2 നർത്തകികൾക്ക് ദേശീയ തലത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ 18 വർഷം മുമ്പാണ് ഇങ്ങനെയൊരു സംഘടന, ഒരു സാംസ്കാരിക സംഘടന തൃശ്ശൂരിൽ ജന്മമെടുത്തത്. ബൽരാജ് സോണി ഒരു കളരിപ്പയറ്റ് വിദഗ്ധനാണ്. അദ്ദേഹത്തെ ഞാൻ അതിന് മുമ്പ് അറിയും, ചാവക്കാട് പഠിച്ചിരുന്നപ്പോൾ തന്നെ, കളരി പഠിച്ചിരുന്നപ്പോൾ തന്നെ. അദ്ദേഹം ഒരിക്കൽ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ശില്പശാല നടത്തണം. ശില്പശാല നടത്തി, കുച്ചിപ്പുടി ശില്പശാല നടത്തി, വൈജയന്തി കാശി. അടുത്ത കൊല്ലം പറഞ്ഞ ഒരു യോഗ ആൻഡ് ഭരതനാട്യം ഡോക്ടർ വസുന്ധര ദോരസ്വാമി മൈസൂരിൽ നിന്ന് അത് നടത്തി. അങ്ങനെ എല്ലാ കൊല്ലവും ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പയ്യന് എന്തോ തലയ്ക്ക് അസുഖമുണ്ടോ, അത് കാര്യമായിട്ട് തകരാറുള്ള പോലെ തോന്നി. കാരണം ഈ ശില്പശാലയുടെ അവസാനത്തെ ദിവസം ഈ ആർട്ടിസ്റ്റുകളെ പറഞ്ഞയക്കാൻ വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി, അപ്പോൾ സാറേ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൈസ കൊണ്ടുവരാം എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അപകടമുള്ള പയ്യനാണ്. എന്തും ബലരാജന് സപ്പോർട്ടായിട്ട് ശ്രീ വിജയകുമാറും അതുപോലെ ജോസ് ആലുക്കൊക്കെ ഉണ്ടെങ്കിലും ഈ ഞാൻ കാണുന്നത് ഈ നവനീതം കൾച്ചറൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു 1 man ആർമിയാണ്. അത് കഴിഞ്ഞ ഇവിടുന്ന് സ്ഥലം വിട്ട് ബോംബെക്ക് പോയി കളരി പയറ്റ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച സമാധാനമായി, ഇനിയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴാണ് ശല്യം കൂടിയത്. ഗുജറാത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ, ഈ ദേശീയ തലത്തിൽ ഇവിടെ വരാത്ത ആർട്ടിസ്റ്റുകൾ നവനീതത്തിലെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാത്ത ആളുകൾ വളരെ വളരെ കുറവാണ്. അതങ്ങനെ വളർന്നു പന്തലിച്ച് മൺസൂൺ ഫെസ്റ്റിവലായി. മൺസൂൺ ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഈ അതിൻ്റെ പ്രത്യേകതയാണ് ഈ 2 അവാർഡുകൾ നൽകുന്നത്. അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 ശ്രീമതി നിർമ്മല പണിക്കർ മോഹിനിയാട്ടം, 2 മിസ് പാർവതി ദത്ത കഥക് ആൻഡ് ഒഡീസി. നിർമ്മല പണിക്കരെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവരെവിടെയുണ്ട്. അത് നല്ല ആരോഗ്യമില്ലാത്തതിനാൽ അതിന് പുറകിലിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട നടന കൈരളി ശ്രീ വേണുവിൻ്റെ, നടന കൈരളിയുടെ ഫൗണ്ടർ ഡയറക്ടറായ ശ്രീ വേണുജിയുടെ, നമ്മളെല്ലാവരും വേണുജി എന്ന് വിളിക്കും, വേണുജിയുടെ സഹധർമ്മിണിയാണ്. 2000 വരെ, 74 മുതൽ 2000 വരെ നിർമ്മല പണിക്കർ ലോറൻസ് സ്കൂൾ ലൗഡയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാൻസ് ആയിരുന്നു. അപ്പോൾ നൃത്തം അഭ്യസിച്ചത് RLB കോളേജിൽ നിന്നാണ്. ഭരതനാട്യമാണ് അഭ്യസിച്ചതെങ്കിലും പെട്ടെന്ന് തന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ കീഴിലേക്ക് മാറുകയും മോഹിനിയാട്ടത്തിലുള്ള അഭ്യസനം ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി മോഹിനിയാട്ടമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയാണ് ശരിക്കും. അതിനുശേഷം സത്യഭാമ ടീച്ചറുടെ അടുത്ത് പോയി പഠിച്ചു. ജംഷഡ്പൂരിൽ പോയി ഒഡീസി കഥക് ചെറിയൊരു കോഴ്സ് എടുത്തു. പക്ഷേ മോഹിനിയാട്ടം ഒരു ജീവിതചര്യയായിട്ടെടുത്തിട്ടുള്ള ഒരു നർത്തകിയാണ്, ഒരു ഗവേഷകയാണ്, ഒരു ഓതറാണ്, ഒരു നല്ല പെർഫോമറാണ് നിർമ്മല പണിക്കർ.
എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നിർമ്മല പണിക്കരെ അഭിനന്ദിക്കുന്നു. നിർമ്മലയ്ക്ക് കൊടുക്കുന്ന അവാർഡിൻ്റെ പേര് ഭാരത് കലാ ഭാസ്കർ എന്ന അവാർഡാണ്. ഒരു സൈറ്റേഷനും അതുപോലെ ഒരു മെമെൻറ്റോ, അതിന് പുറമെ ഒരു ക്യാഷ് അവാർഡായിട്ടുള്ള 50,000 റുപ്പീസുമാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരം അവരെ അഭിനന്ദിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ അവാർഡായിട്ടുള്ള ഭാരത കലാരത്ന, അതിനർഹമായിട്ടുള്ളത് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന മിസ് പാർവതി ദത്ത. കഴിഞ്ഞ കൊല്ലം മൺസൂൺ ഫെസ്റ്റ് 2013 അതിലിവിടെ മനോഹരമായ കഥക് നൃത്തം അവതരിപ്പിച്ച നർത്തകിയാണെന്ന് പറഞ്ഞാൽ പോരാ. ഭാരതത്തിലെ ഒരുമാതിരി നർത്തകികളെ ഒക്കെ കാണാനും അഭിമുഖം നടത്താനായിട്ടുള്ള അവസരം കിട്ടിയ എനിക്ക്, ഞാൻ ആ ജീവിതത്തിൽ ഒരു നർത്തകിയെ കണ്ടുള്ളൂ ഹു ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗാന്ധിയൻ ഡാൻസർ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അടിയുറച്ച് നൃത്തത്തെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു നർത്തകിയാണ് പാർവതി ദത്ത. കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവരെ കാണാനും സംസാരിക്കാനിടവന്നത്. ഒരു കമ്പ്യൂട്ടർ എൻജിനീയറായിട്ട് തീരേണ്ട ഒരു സീനിയർ ടെക്നോക്രാറ്റായിട്ട് തീരേണ്ട ഒരു വ്യക്തിയാണ്. അവർക്ക് +2 കഴിഞ്ഞപ്പോൾ USSRലേക്ക് പോകാനായിട്ട് വിസയും സ്കോളർഷിപ്പും കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പഠിക്കാനായിട്ട് കിട്ടിയതാണ്. അച്ഛനും അമ്മയും എൻജിനീയേഴ്സാണ്. അവരോട് പറഞ്ഞു, എനിക്ക് ഇതിൽ താല്പര്യമില്ല, എനിക്ക് ബിർജു മഹാരാജിൻ്റെ അടുത്ത് പോയി കഥക് കേന്ദ്രയിൽ കഥക് പഠിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, യു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. 6 കൊല്ലം കഴിഞ്ഞ് നീ എന്താവുമെന്ന് നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അങ്ങനെ ഡൽഹിയിലെ കഥക് കേന്ദ്രത്തിൽ ബിർജു മഹാരാജാവിൻ്റെ കീഴിൽ കഥക് പഠിക്കുകയുണ്ടായത്. അച്ഛനമ്മയും പിന്നെ അവർക്കതിൽ വിഷമമുണ്ടായിരുന്നില്ല. അതിനുശേഷം മാധവി മുദ്ഗലിൻ്റെയും കേളിച്ചരൺ മഹാപാത്രയുടെ കീഴിൽ ഒഡീസി അഭ്യസിച്ചു. ഒഡീസി അഭ്യസിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ഡൽഹി തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞത്. കഥക് കേന്ദ്രത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഇത്ര നല്ല ഒരു നർത്തകിയെ കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ അതും അവർ അനുസരിച്ചില്ല. അനുസരണക്കേടിൻ്റെ ഒരു സീരീസാണ് ഇവരുടെ ലൈഫ് മുഴുവൻ. മഹാരാഷ്ട്ര ഔറംഗബാദിലെ മഹാത്മാഗാന്ധി മിഷൻ ഓഫ് സംഗീത അക്കാഡമി എന്ന് പറയുന്ന മഹാഗമി എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണരുടെ ഒരു ഗ്രാമത്തിലാണ്. നിർധനരായ, അതുപോലെ ഒട്ടും തന്നെ വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണരുടെ ഇടയിൽ അവിടെ ഒറ്റയ്ക്ക് ഒരു കോട്ടേജിൽ താമസിച്ച് എങ്ങനെ ഈ നൃത്തരൂപങ്ങൾ വഴി ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്നുള്ള അവർക്ക് ബോധവൽക്കരണം നടത്താനായിട്ട് നമ്മുടെ സംസ്കാരത്തിനെക്കുറിച്ച്, നമ്മുടെ ക്ലാസിക്കൽ നൃത്തങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രയോജനം നമ്മുടെ സംസ്കാരത്തെ ഒരു തലമുറയിലേക്ക്, ഒരു ജനതയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭാരത് കലാരത്ന എന്ന അവാർഡ് നൽകുന്നത് എൻ്റെ വ്യക്തിപരമായ പേരിലും നവനീതം കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ അവരെ ഹാർദവമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. We now move on to the presentation of award, the much awaited function for this evening. To honor the award winners for tonight, I request the chairman of Navneetam Cultural Trust, Sri T.R. Vijay Kumar, to kindly come forward. And I request the awardee of Bharat Kala Bhaskar Award, Srimati Nirmala Panikkar, to come on stage. Renowned dancers, versatile choreographer, ardent researcher, revered guru, and a prolific writer, Srimati Nirmala Panikkar has contributed immensely in enriching the disseminating Mohiniyattam, the lasya-rich dance form of Kerala. With her home and soul open to the world of art, she's been constantly on an academic and training pursuit to strengthen as well as to promote the dance form. Her life continues on an ongoing research that has produced many authoritative and path-breaking innovations. Srimati Nirmala Panikkar is the director of
Natana Kaishiki, a research and performing center for female dance and theatre tradition of Kerala. In appreciation to her invaluable contributions to Mohiniyattam, Navneetam Cultural Trust presents the Bharat Kala Bhaskar Award. Our chairman, Sri T.R. Vijaykumar, will now hand over the memento of appreciation along with the cash award of 50,000 rupees to Srimati Nirmala Panikar. Thank you. We now move on to the Bharat Kala Ratna Award. I request our chairman to do the honors for the same, and this award goes to Ms. Parvati Datta, as we all know. Parvati Datta, a cultural crusader, guru, researcher, performer, and arts administrator, has journeyed for almost 4 decades in the world of Indian classical dance. Her deep vision and refined aesthetics are unique features of her performances, while her innovation and dedication, offerings as a guru and director of Mahagami Gurukul, Aurangabad, are undoubtedly revered by scholars and experts as a great service to the Indian cultural heritage. As a mark of respect and reverence to her great talent, creation, and service, we members of Navneetam Cultural Trust, Thrissur, humbly express our heartiest wishes and take great pride in conferring the Bharat Kala Ratna Award to Parvati Datta. Our chairman will now hand over this memento and a cash award of rupees 25,000. Thank you, all of you. You may please be seated. Now, to offer felicitation, I request Srimati Nalini Chandran to come forward. I just say 3 sentences. Congratulations to the awardees. Okay? Congratulations to the Panchapandava Mara, that is the 4 veterans and the youngster Balraj. And I'll just say one thing, Tadingi Natum, Tadingi Natum, Tadingi Natum, all the best. We move on to the reply speech by Srimati Parvati Datta. Ma'am, please. Namaskar, honorable guests and trustees of Navneetam Cultural Trust and dear friends and art lovers, gurus in this beautiful setting this evening. I am truly indebted and humbled by this beautiful, kind gesture by Navneetam Cultural Trust, and I am also very happy to be here again in Kerala. And I think I've always shared with my artist friends and my students here that as a teenager I had a wish to be reborn in Kerala. So I think God has been very kind enough, and Kerala has almost become my second home now, with my frequent visits to most of the cities in Kerala for my workshop or concert. And it's truly a blessing to be sharing my learning, my artistic discoveries and my artistic creations in this beautiful land which has had a wonderful legacy of culture, tradition and Guru Shishya Parampara. I seek blessings from all of you, and I seek blessings from the Gurus present here to guide me, to encourage and shower their Ashirvad to me so that I can continue my work in a cultural desert called Aurangabad, which is no more a cultural desert, I suppose, because from the moment I decided to work there, things have started unfolding in a very interesting way. And as Mr. Paul also mentioned, that's a place where Sangeet Ratnakar was written many centuries ago. And I suddenly realized that this was a cultural hub and this was a place much before Aurangzeb
where many artists, sculptors, thinkers, philosophers, musicians lived. They jointly created many beautiful compositions. So I'm set for a new journey of rediscovering the glorious cultural past of that region, sharing it with many more cultural seekers all over the globe, and continue my dance practice, performance, and rediscoveries. Thank you so much. Thank you once again. Thank you.